എല്ലാവർക്കും നമസ്കാരം. ഫാക്ടോറിയൽ എന്ന നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാൽപന്ത് കളിക്ക് ജന്മം നൽകിയ നാടിന്റെ കളിത്തട്ടകം. സർ ബോബി ചാൽട്ടൺ, ജോർജ് ബെസ്റ്റ്, റയാൻ ഗിഗ്സ് തുടങ്ങിയ എക്കാലത്തെയും മികച്ച കളിക്കാർ കളിച്ച ആരാധകരുടെ ശിലാക്ഷേത്രം. അതിലുപരി സർ അലക്സ് ഫെർഗൂസൺ എന്ന അതിബുദ്ധിമാനായ മാനേജറുടെ കളരി. ആരാധകരുടെ മനസ്സ് നിറച്ചുകൊണ്ട് കളിച്ചു വന്നിരുന്ന യുണൈറ്റഡിന്റെ നാൾ വഴിയിൽ 2003 എന്ന വർഷം ഒരു സുപ്രധാന സ്ഥാനം പിടിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലബ് ട്രാൻസ്ഫർ നടന്ന വർഷമായിരുന്നു അത്. ആരാധകരുടെ നായകൻ ഡേവിഡ് ബെക്കാം കൂടുമാറിയ വർഷം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. യുണൈറ്റഡ് അടക്കി വാണിരുന്ന എറിക് ആന്റണിക്കും ബെക്കാമിനും പകരം ഫെർഗൂസൺ ആരെ കൊണ്ടുവരും എന്ന ചോദ്യമായിരുന്നു ഏതൊരു യുണൈറ്റഡ് ആരാധകന്റെയും മനസ്സിൽ ആദ്യം ഉയർന്നു വന്നത്. ഇരുവരും ഉപയോഗിച്ച 7-ാം നമ്പറിന്റെ യശസ് ഉയർത്താൻ ഇനി ആര് എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ നിമിഷം. അന്ന് ഫെർഗൂസൺ കൊണ്ടുവന്നത് പോർച്ചുഗലിൽ നിന്ന് ഒരു പയ്യനെയായിരുന്നു. മെലിഞ്ഞ പൊക്കമുള്ള ഒരു നൂഡിൽസ് മുടിയൻ പയ്യൻ. ഇവനെ കണ്ടപ്പോൾ ആരാധകർക്ക് അതിശയം തോന്നി. ഇതിഹാസങ്ങൾ പോയ വിടവ് നികത്താൻ പോയിട്ട് ക്ലബിന് വേണ്ടി എന്തെങ്കിലും മുന്നേറ്റം കാഴ്ചവെക്കാൻ പോലും ഇവനെ കൊണ്ടാകുമോ എന്ന സംശയമായിരുന്നു ഓരോരുത്തരുടെയും മനസ്സിൽ. എന്നാൽ പിന്നെ കണ്ടതെല്ലാം ചരിത്രമായിരുന്നു. പോർച്ചുഗലിലെ മെഡേറ എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു സാധാരണ പയ്യൻ ലോക ഫുട്ബോളിന്റെ രാജാവായി മാറിയ ചരിത്രം. കഠിനാധ്വാനത്തെ മുറുകെ പിടിച്ച് ലോക ജനതയുടെ മനസ്സിനെ മൈതാനമാക്കി കാൽപന്ത് കളിച്ച ചരിത്രം. അതൊരു കഥ തന്നെയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന രാജാവിന്റെ കഥ. 1985 ജനിച്ച ക്രിസ്ത്യാനോയ്ക്ക് ആദ്യത്തെ പ്രഹരം ലഭിക്കുന്നത് തന്റെ ജന്മത്തിന്റെ പേരിൽ തന്നെയായിരുന്നു. അച്ഛന്റെ അമിതമായ മദ്യപാനവും കുടുംബത്തിന്റെ കടുത്ത ദാരിദ്ര്യവും കാരണം കുഞ്ഞു റോണോയ്ക്ക് ജന്മം നൽകേണ്ടതില്ല എന്ന് അമ്മ തീരുമാനിച്ചു. എന്നാൽ ഡോക്ടറുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ആ തീരുമാനം മാറ്റിയത്. അമ്മയും അച്ഛനും കൂടപ്പിറപ്പുകളുമായി ഒറ്റമുറി വീട്ടിൽ താമസിക്കുമ്പോൾ കുഞ്ഞു റോണോയുടെ മനസ്സിൽ ഫുട്ബോൾ എന്ന സ്വപ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കുടുംബത്തിലെ ദാരിദ്ര്യം പറഞ്ഞ് തന്നെ അപമാനിച്ച സ്കൂൾ ടീച്ചറുടെ നേർക്ക് പ്രതികരിച്ചതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ 14 വയസ്സുകാരനെ ആ സ്കൂൾ തന്നെ വാങ്ങിക്കുവാൻ പ്രാപ്തനാക്കിയെങ്കിൽ അത് അവന്റെ മനസ്സിൽ അടങ്ങാതെ എരിയുന്ന വാശിയുടെ കനൽ തന്നെയാണ്. 400 രൂപ എടുക്കാനില്ലാത്തിടത്ത് നിന്ന് 4000 കോടിയുടെ മൂല്യത്തിലേക്കുള്ള അവന്റെ യാത്ര പരിഹസിച്ചവർക്ക് നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവൻ പരിശ്രമിച്ചു, കീഴടക്കാൻ കഴിയുന്ന എല്ലാ റെക്കോർഡുകളും. ചരിത്രത്തിൽ എഴുതിയ റെക്കോർഡുകൾക്കപ്പുറം പല മനുഷ്യരുടെയും മനസ്സിലും റോണോ എഴുതി CR7 എന്ന്. ഇത് വെറും അക്ഷരങ്ങളായിരുന്നില്ല, ആരാധകർക്ക് ഒരു വികാരം തന്നെയായിരുന്നു. ഒരു പ്രസ് മീറ്റിൽ നിന്ന് കൊക്കക്കോളയുടെ കുപ്പിയെടുത്ത് മാറ്റിവെച്ചാൽ മിനിറ്റുകൾ കൊണ്ട് കമ്പനിക്ക് കോടികളുടെ ഇടിവുണ്ടാവുന്നുണ്ടെങ്കിൽ ഓർക്കുക ഈ താരത്തിന്റെ മൂല്യം എത്രയെന്ന്. പഠനത്തിന്റെ കുറവ് തന്റെ കഴിവിനെ കൊണ്ട് മറികടക്കുമെന്ന് അമ്മയ്ക്ക് നൽകിയ വാക്കിന്റെ പേരിൽ കളിക്കുവാൻ തുടങ്ങിയ റോണോയുടെ മികവുറ്റ ഡ്രിബ്ലിംഗ് സ്കിൽ കണ്ടാണ് 16-ാം വയസ്സിൽ സ്പോർട്ടിംഗ്സ് യൂത്ത് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുന്നത്. അന്ന് ആ കാലയളവിൽ ലോക ശ്രദ്ധ മുഴുവൻ ചെന്നിരുന്നത് കഠിനാധ്വാനം കൊണ്ടും സഹകളിക്കാരിൽ നിന്ന് ആർജിച്ചെടുത്ത പരിചയസമ്പത്ത് കൊണ്ടും കളിച്ചു വളരുന്ന റോണോയിലേക്കായിരുന്നു. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് റോണോ കടന്നത് പ്രായത്തിൽ മാത്രമായിരുന്നില്ല, കാൽപന്ത് കളിയുടെ വേറിട്ട ശൈലിയിൽ കൂടിയായിരുന്നു. യുണൈറ്റഡിൽ ആസ്വദിച്ച് കളിച്ചു വന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ക്ലബിന് വേണ്ടി യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞു. എന്നാൽ മാറ്റങ്ങൾ ചിലപ്പോഴൊക്കെ അനിവാര്യമായതിനാൽ അന്നൊരു നാൾ റോണോയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. രാജ്യം പോലെയല്ലല്ലോ ക്ലബ്, ചിലപ്പോൾ മാറേണ്ടി വന്നേക്കാം. എന്നാൽ അപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനം പിടിച്ച 3 വ്യക്തികളിൽ ഒരാളായ സർ അലക്സ് ഫെർഗൂസന്റെ പങ്ക് എപ്പോഴും ഓർക്കുമായിരുന്നു. അലക്സ് ഫെർഗൂസൻ തന്നെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണെന്ന് അഭിമാനത്തോടെ റൊണാൾഡോ പറഞ്ഞിരുന്നു. മാഞ്ചസ്റ്ററിനെ കുറിച്ച് അന്ന് റൊണാൾഡോ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഇവിടെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്, വിജയത്തിന്റെ, പരാജയത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രത്യേകിച്ച് സർ അലക്സ് ഫെർഗൂസനുമായി ചേർത്ത് പറയുമ്പോൾ എന്ന്. എന്നാൽ ജനിച്ച നാൾ മുതൽ ഫുട്ബോളിന്റെ ആദ്യ ചുവടിലൂടെ നടന്നു നീങ്ങി ഇന്ന് നിൽക്കുന്ന ഉയരത്തിലേക്ക് റോണോയെ എത്തിക്കാൻ കാരണമായ ചിലരുടെ പേരുകൾ കൂടി എടുത്തു പറയേണ്ടതായുണ്ട്. അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരാൾ അമ്മ തന്നെയാണ്, മാരിയ ഡോസ് സാന്റോസ് അവേറോ. 2005 റോണോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ തന്റെ അച്ഛന്റെ മരണശേഷം താങ്ങായും തണലായും ഉണ്ടായിരുന്നത് അമ്മ തന്നെയായിരുന്നു. പിന്നെ മറ്റൊരാൾ തന്റെ ഉറ്റ സുഹൃത്തായ ആൽബർട്ട് ഫാൻഡ്രോ. റൊണാൾഡോയ്ക്കൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട സഹകളിക്കാരനായി, അതിലുപരി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ആൽബർട്ട് ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് റൊണാൾഡോയെ കൈപിടിച്ചുയർത്തിയതിൽ ഒരു കാരണക്കാരൻ ആൽബർട്ട് ആണെന്ന് പറയാം. അങ്ങനെ 2009 മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാഞ്ചസ്റ്ററിലെ ഓർമ്മകൾ ബാക്കിയാക്കി അദ്ദേഹം റിയൽ മാഡ്രിഡിലേക്ക് എത്തുന്നു. യുണൈറ്റഡ് ആരാധകർക്ക് നിരാശ പകർന്നെങ്കിലും സ്പാനിഷ് ക്ലബ്ബായ റിയൽ മാഡ്രിഡിന് ഇതൊരു പുതുജീവനായിരുന്നു.
അവിടെയാണ് മറ്റൊരു എതിരാളിയെ കിട്ടുന്നത്, തനിക്ക് താൻ പോന്ന എതിരാളി. ഏറെക്കുറെ സമാനമായ ചുറ്റുപാടുകളുള്ള കാൽപന്ത് കളിയുടെ ഹർഷാരവങ്ങൾക്ക് നടുവിലേക്ക് കടന്നു വന്ന മറ്റൊരു പയ്യൻ, മഹാമാന്ത്രികൻ സാക്ഷാൽ ലയണൽ മെസ്സി. ആരോഗ്യ പരിമിതിയെ കവച്ചുവെച്ച് മെസ്സി പന്ത് തട്ടിയപ്പോൾ തന്നേക്കാൾ ആരോഗ്യവാൻ ആരെന്ന് ചോദിച്ചുകൊണ്ട് റോണോ പന്തുമായി മുന്നേറി. ഗ്രോത്ത് ഹോർമോൺസിന്റെ കുറവുകൾ മൂലം നടക്കുവാൻ പോലും ബുദ്ധിമുട്ടാകും എന്ന് ഡോക്ടർമാർ പറഞ്ഞ മെസ്സി എന്ന പയ്യൻ ബോളുമായി ശരവേഗത്തിൽ പായുമ്പോൾ ഒരു മനുഷ്യന് ഇത്രയും ഉയരത്തിൽ ഉയർന്നു ചാടുവാൻ കഴിയുമോ എന്ന് ലോകം ഒന്നടങ്കം ചോദിക്കുന്ന റൊണാൾഡോ ഒരു അത്ഭുതമായി നിലനിന്നു. പരസ്പരമുള്ള എൽ ക്ലാസിക്കോ അല്ലാതെ ഇരുവർക്കുമിടയിൽ മനസ്സുകൊണ്ട് മത്സരമുണ്ടായിരുന്നോ എന്ന് അറിയില്ല. എന്നിരുന്നാലും ആരാധകർക്ക് അതൊരു വിരുന്ന് തന്നെയായിരുന്നു. ഇതോടൊപ്പം നേട്ടങ്ങളുടെ കാര്യത്തിൽ ഇരുവരും മത്സരം മുറുക്കി. തുടർച്ചയായി 4 തവണ ബാലൻഡിയോർ നേടിയ മെസ്സിക്ക് മുന്നിൽ കൂടുതൽ കഠിനാധ്വാനത്തിലൂടെ അടുത്ത 5 വർഷങ്ങളിൽ 4ലും ബാലൻഡിയോർ നേടി റോണോയും പോരാട്ടവീര്യം തെളിയിച്ചു. റിയലിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോററായിരുന്ന ക്രിസ്ത്യാനോ അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിനു വേണ്ടി ഹാട്രിക് യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി യുഎഫയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന അലങ്കാരവും തന്റെ പേരിൽ ചേർത്തു. അതുകൊണ്ടും തീരുന്നില്ല. ഇറാന്റെ അലിഡയുടെ റെക്കോർഡ് മറികടന്നുകൊണ്ട് 111 ഗോൾ നേടി ഇന്ന് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരു വ്യക്തി നേടുന്ന ഏറ്റവും കൂടുതൽ ഗോൾ എന്ന നേട്ടത്തിൽ എത്തി നിൽക്കുന്നു. എന്നാൽ റോണോ തിളങ്ങി നിൽക്കുന്ന ആ നാളുകളിൽ പോലും ഒരു രാജ്യാന്തര ലോക കിരീടത്തിൽ ക്രിസ്ത്യാനോ മുത്തമിടുന്നത് കാണുവാനുള്ള ആരാധകരുടെ ആഗ്രഹം നിലനിന്നിരുന്നു. അതിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് 2016 യൂറോ കപ്പും സ്വന്തമാക്കി. അപ്പോഴും ചിരവൈരിയായ മെസ്സിക്ക് അങ്ങനെ ഒരു നേട്ടം ഇല്ലല്ലോ എന്ന ദുഃഖം ലോക ജനതയെ മുഴുവൻ അലട്ടി. ഈ വർഷം കോപ്പ ജയിച്ചുകൊണ്ട് ആ ദുഃഖവും മെസ്സി അങ്ങ് തീർത്തു കൊടുത്തു. ഒരു കാലത്തും ഫോം ഔട്ട് ആവാതെ ഇരുവരും കളവും മനസ്സും നിറഞ്ഞു കളിച്ചു. എന്നാൽ സ്പാനിഷ് ആരാധകരെയും നിരാശരാക്കി ആ തീരുമാനം പുറത്തു വന്നു. റോണോ ഇറ്റാലിയൻ ക്ലബ്ബായ ജുവന്റസിലേക്ക് എന്ന തീരുമാനം. റിയൽ മാഡ്രിഡിൽ കളിക്കുന്ന റൊണാൾഡോയെ മാത്രമല്ലല്ലോ ആരാധകർ ഇഷ്ടപ്പെട്ടത്. ജുവന്റസിന്റെ ജേഴ്സി അണിഞ്ഞ റോണോയെയും ഒന്നുപോലും കുറയാതെ ആരാധകർ അകവഴിഞ്ഞ് സ്നേഹിച്ചു. ജുവന്റസിൽ കളിച്ച 3 സീസണിലെയും അവരുടെ ടോപ്പ് സ്കോറർ റോണോ തന്നെയായിരുന്നു. എന്നാൽ നമ്മൾ എവിടെയൊക്കെ പോയാലും അവസാനം വേരുകൾ നമ്മളെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വിളിക്കും എന്ന് പറയുവാറുണ്ട്. അതുപോലെ ഇന്ന് റോണോ ചുവന്ന ചെകുത്താന്മാരായ യുണൈറ്റഡിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എന്നാൽ ബാല്യം മുതൽ ഇന്ന് വരെ കളിച്ചു വന്ന തന്റെ കുടുംബമായ ബാഴ്സ വിട്ട് മെസ്സി PSG-യിലേക്ക് പോയതും ദിവസങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ ആരാധകരെ വേദനിപ്പിച്ചു കാണും. പക്ഷേ തനിക്ക് വീണ്ടും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തന്നെ വളർത്തി വലുതാക്കിയ ക്ലബിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെന്ന് മെസ്സി പറയുകയുണ്ടായി. എന്നാൽ ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാകുമോ എന്ന സംശയം നിലനിൽക്കുമ്പോഴും വേരുകൾ മെസ്സിയെയും തിരിച്ചു വിളിക്കും എന്ന് വെറുതെ പ്രതീക്ഷിക്കാം. കാലങ്ങൾ കടന്നുപോയെങ്കിലും വീണ്ടും തന്റെ കളിത്തൊട്ടിലേക്ക് തിരിച്ചെത്തിയ റോണോയ്ക്ക് ഇനി മറ്റൊരു നേട്ടങ്ങളുടെ കാലമാവാം കരുതി വച്ചിരിക്കുന്നത്. അതെ, ഈ കളി അവസാനിക്കാതെ എന്നും തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോഴും എന്നെങ്കിലും ഒരിക്കൽ അത് കൂടിയല്ലേ തീരൂ. അങ്ങനെ അവസാനിപ്പിക്കാൻ റോണോയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഇടമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം അദ്ദേഹം കളി തുടങ്ങിയത് അവിടെ നിന്നാണ്. എപ്പോഴും നമുക്ക് ഏറ്റുപറയുവാൻ, ആരാധനയുടെ പേരിൽ തർക്കിക്കുവാൻ, മികച്ച കളി പുറത്തെടുത്താൽ അംഗീകരിക്കുവാൻ കഴിയുന്ന ഇതിഹാസങ്ങളാണ് ഇവർ ഇരുവരും. അതിനാൽ തന്നെ ചരിത്രത്തിന്റെ ശിലാഫലകത്തിൽ കൊത്തിവെച്ച ഇരുവരുടെയും പേര് ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം അവിടെ തന്നെ കാണും. ആരവങ്ങൾ ഒഴിയാത്ത കാൽപന്ത് കളിയുടെ ഈ തീരാത്ത യാത്ര തീരാത്ത തുടരട്ടെ. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ കാണാം.